എന്നത്തെയും പോലെ സ്കൂളിൽ പോകുന്ന പോലെയാണ് കഴിഞ്ഞ വ്യാഴാഴ്ചയും ദേവനന്ദ വീട് വിട്ടിറങ്ങിയത്. 17-കാരിയായ ആ പെൺകുട്ടിക്കൊപ്പം തന്റെ ഉറ്റ സുഹൃത്തായ ഷെബിൻ ഷായും ഉണ്ടായിരുന്നു. ഇരുവരും ആദ്യം ഒന്നിച്ചെത്തിയത് കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു. അവിടെ നിന്നും തെന്മലയിലേക്ക് പോകാൻ ടിക്കറ്റ് എടുക്കുകയും ചെയ്തു. എന്നാൽ ആ നീക്കം ഉപേക്ഷിച്ച അവർ പിന്നാലെ ശാസ്താംകോട്ടയിലേക്ക് പോകാൻ തീരുമാനിച്ചു. ശാസ്താംകോട്ട കോളേജിന് സമീപത്തുകൂടി തടാകത്തിനരികത്തേക്ക് ഇരുവരും കൈകോർത്ത് പിടിച്ച് നടന്നു പോകുന്നതായാണ് പ്രദേശവാസികൾ കണ്ടത്. എന്നാൽ ഇരുവരെയും കാണാനില്ലെന്ന് തിരിച്ചറിഞ്ഞതോടെ വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ ഇരുവരുടെയും വീട്ടുകാർ അന്വേഷണം ആരംഭിച്ചിരുന്നു. തെന്മലയിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്തതായി വിവരം ലഭിച്ചതോടെ ഇരുവർക്കുമായുള്ള അന്വേഷണം തെന്മലയിലേക്ക് നീണ്ടു. എന്നാൽ തെറ്റായ ദിശയിലേക്ക് അന്വേഷണം പോയതാണ് ഇരുവരെയും കണ്ടെത്താൻ വൈകിയതിന് കാരണമായതും. രണ്ട് ഗ്രാമങ്ങളെ വലിയ ദുഃഖത്തിലും വലിയ വിഷമത്തിലും ആക്കിയ ദാരുണമായ നാടിനെ നടുക്കിയ ഒരു സംഭവത്തിനാണ് 2 ദിവസം കൊണ്ട് മയിലോടെന്ന ഗ്രാമവും അമ്പലംകുന്ന് എന്ന ഗ്രാമവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. +1 പഠിക്കുന്ന 2 വിദ്യാർത്ഥികൾ എന്ത് കാരണത്താലാണ് എന്ന് അത് പൂർണ്ണമായും നമുക്ക് ഇപ്പോഴും ലഭ്യമല്ല. സ്കൂളിൽ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുകയും കാലത്തെ 8 മണിക്ക് തന്നെ വീട്ടിൽ നിന്നിറങ്ങിയ വിദ്യാർത്ഥികൾ വൈകുന്നേരം 5:30 മണി കഴിഞ്ഞിട്ടും വീട്ടിലേക്ക് മടങ്ങി വരാത്തതിനെ തുടർന്നാണ് രക്ഷകർത്താക്കൾ അന്വേഷിക്കുകയും തുടർന്ന് 2 പേരും അവർ പഠിക്കുന്ന സ്കൂളുകളിൽ ചെന്നിട്ടില്ല എന്നറിയുകയും തുടർന്ന് പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിനു ശേഷം പോലീസുമായി ചേർന്ന് രക്ഷകർത്താക്കളും ചേർന്ന് നടത്തിയ അന്വേഷണത്തിൽ തെന്മല ഭാഗത്തേക്ക് പോയെന്നാണ് ആദ്യം വിവരം ലഭിച്ചത്. അതിനെ തുടർന്ന് ഞാനടക്കം 2 കുട്ടികളുടെയും രക്ഷകർത്താക്കൾ ഉൾപ്പെടെയുള്ളവർ തെന്മല ഭാഗത്തേക്ക് പാലരുവി അടക്കമുള്ള ഭാഗത്ത് പൂയപ്പള്ളി പോലീസ് ഉൾപ്പെടെയുള്ളവർ കൂട്ടമായി പോയി പാലരുവയിലും തെന്മലയിലും മറ്റും അന്വേഷണം നടത്തിയെങ്കിലും യാതൊരു വിധത്തിലുള്ള അറിവും ലഭിച്ചിരുന്നില്ല. തുടർന്ന് ഇന്നലെ ഏതാണ്ട് 11:30 മണിയോടുകൂടിയാണ് ശാസ്താംകോട്ട കായലിൽ ഈ 2 കുട്ടികളുടെ ബോഡി അവിടെ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ കായലിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്ന തരത്തിലുള്ള ഒരു വാർത്ത ലഭിക്കുകയും അവിടെ നിന്ന് ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലും പോസ്റ്റ്മോർട്ടം നടത്തി ഇന്നലെ ആൺകുട്ടിയുടെ മൃതദേഹവും ഇന്ന് ഈ മയിലോട് വീട്ടുവളപ്പിൽ പെൺകുട്ടിയുടെ മൃതദേഹവും അടക്കം ചെയ്തിട്ടുള്ളൂ. ദേവനന്ദയുടെയും ഷെബിൻ ഷായുടെയും ഫോണുകളിൽ തെന്മല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളെക്കുറിച്ച് ഇന്റർനെറ്റിൽ തിരഞ്ഞതായും ഇൻസ്റ്റഗ്രാമിൽ നിന്നുൾപ്പെടെ ഇരുവരും ചാറ്റ് ഡിലീറ്റ് ചെയ്തതായും കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇരുവരും ഫോൺ വീട്ടിൽ തന്നെ ഉപേക്ഷിച്ചായിരുന്നു വീട് വിട്ടിറങ്ങിയത്. ഇരുവരുടെയും വീട്ടുകാർ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും വീടുകളിൽ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താൻ സാധിക്കാഞ്ഞതോടെ പൂയപ്പള്ളി പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് ദേവനന്ദയെയും ഷെബിൻ ഷായെയും കണ്ടെത്താൻ വ്യാപക തെരച്ചിൽ നടത്തിയെങ്കിലും ഒടുക്കം ഒരു നാടിനെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തുന്ന വാർത്തയായിരുന്നു പിറ്റേന്ന് രാവിലെയോടെ എല്ലാവരെയും തേടിയെത്തിയത്. ഇരുവരുടെയും മൃതദേഹങ്ങൾ ശാസ്താംകോട്ട തടാകത്തിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നു. പ്രദേശവാസിയായ സ്ത്രീയാണ് മൃതദേഹങ്ങൾ തടാകത്തിൽ ഒഴുകി നടക്കുന്ന നിലയിൽ ആദ്യം കണ്ടത്. ഇരുവരുടെയും ഉറ്റവരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന വാർത്ത തന്നെയായിരുന്നു ഇത്. ഇവർ തമ്മിലുള്ള സൗഹൃദം ഇരു വീട്ടുകാർക്കും അറിയാമായിരുന്നു. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായും ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. സമൂഹത്തിൽ നിന്ന് പലതരത്തിലുള്ള സംശയങ്ങളും ചോദ്യങ്ങളും 2 ദിവസമായി ഉയർന്നു വരുന്നുണ്ട്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ദാരുണമായ സംഭവങ്ങൾ നടക്കുമ്പോൾ നാട്ടിൽ ഉയർന്നു വരാറുള്ള സംശയങ്ങളും ചോദ്യങ്ങളും ഈ ഒരു സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പോലീസ് കൃത്യമായും ഈ കുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഏത് വഴിക്കാണ് സഞ്ചരിച്ചത് എന്നും എങ്ങനെയാണ് സഞ്ചരിച്ചതെന്നും ഉള്ള കൃത്യമായ വിവരങ്ങൾ ലഭിച്ച് ശാസ്താംകോട്ട ഈ കായലിൻ്റെ സമീപത്തെത്തുമ്പോൾ അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് കൃത്യമായും അന്വേഷണത്തിലൂടെ പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്തേണ്ടത് ആവശ്യകതയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം വന്നതിന് ശേഷം അത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളത് കൊണ്ട് കൃത്യമായും പോലീസ് ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്തി എന്ത് കാരണത്താലാണ് ഈ കുട്ടികൾക്ക് മാനസികമായിട്ടുള്ള സമ്മർദ്ദം അനുഭവിച്ചിരുന്നവരായിരുന്നു, അത്തരത്തിൽ ഇവർ മുൻപ് പരിചയക്കാരായിരുന്നു എന്നുള്ള പലതരത്തിലുള്ള ചർച്ചകളും വർത്തമാനങ്ങളുമാണ് സമൂഹത്തിൽ പ്രചരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എന്ത് കാരണത്താലാണ് ഇവർക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രകോപനം,
ഇതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും വസ്തുതകളുണ്ടോ എന്നുള്ള ഒരു കൃത്യമായ ഒരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. പഠനത്തിൽ മിടുക്കരായ ദേവനന്ദയും ഷെബിൻഷായും കൂട്ടുകാർക്കും അത്രമേൽ പ്രിയപ്പെട്ടവരായിരുന്നു. ഇരുവരെയും അവസാനമായി കാണാൻ വീടുകളിലെത്തിയ സുഹൃത്തുക്കളുടെ കണ്ണീരും നൊമ്പര കാഴ്ചയായി മാറി. സംസ്കാര ചടങ്ങിനായി ദേവനന്ദയുടെ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ ദേവനന്ദയുടെ സഹപാഠികളുടെ പേരുകൾ ചൊല്ലി അലമുറയിട്ട് കരയുകയായിരുന്നു പിതാവ്. അവസാനമായി കാണാനെത്തിയവരുടെ ഉള്ളിൽ നൊമ്പരമായി മാറുന്ന കാഴ്ചയായിരുന്നു ഇതും. അതിനെ തുടർന്ന് ഈ പെൺകുട്ടി അമ്പലംകുന്നിലെത്തിയതായിട്ടുള്ള ചില വർത്തമാനങ്ങൾ നാട്ടുകാരിൽ നിന്നും കേൾക്കാൻ ഇടയായിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി ഈ ആദ്യം അമ്പലംകുന്നിലോ പൂയപ്പള്ളിയിലോ അടക്കമുള്ള ടൗണുകളിൽ ഇവർ കണ്ടിരുന്നു എങ്കിൽ കൃത്യമായും ആ പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ അടക്കം പോലീസ് എടുത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള അത്തരം നിജസ്ഥിതികൾ, പെൺകുട്ടി അമ്പലംകുന്നിലേക്കാണോ പോയത് അതോ ഈ ആൺകുട്ടി ഇങ്ങ് പൂയപ്പള്ളിയിലേക്കാണോ വന്നിട്ടുള്ളത്, അതെന്താണ് അതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം എന്നുള്ളത് പൊതുസമൂഹത്തെ അറിയിക്കേണ്ടതുമായിട്ടുള്ള ബാധ്യതയുണ്ട്. കൃത്യമായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം ലഭിച്ചതിന് ശേഷം ഈ വിഷയങ്ങളെല്ലാം പൂയപ്പള്ളി പോലീസ് ഒരു വ്യക്തത വരുത്തേണ്ടത് ആവശ്യകതയാണ്. അവർ വളരെ കൃത്യമായും മൊബൈൽ ഫോൺ രണ്ടുപേരും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ സോഷ്യൽ മീഡിയ ഇൻസ്റ്റഗ്രാം വഴിയുള്ള ചാറ്റുകൾ നടത്തിയിട്ടുണ്ടെന്ന് അറിയുന്നുണ്ട്. അതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയുന്നുണ്ട്. പിന്നെ അവസാന 2 ദിവസങ്ങളായി ഇവർ ഗൂഗിളിൽ നടത്തിയിട്ടുള്ള ചില അന്വേഷണങ്ങളിൽ ഈ പറയപ്പെടുന്ന പ്രദേശങ്ങളടക്കം സെർച്ച് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഈ 2 വിദ്യാർത്ഥികൾ, പ്രായപൂർത്തിയാകാത്ത ഏതാണ്ട് 16-17 വയസ്സ് പ്രായമുള്ള 2 വിദ്യാർത്ഥികൾ പകൽ മുഴുവൻ യാത്ര ചെയ്യുകയും അല്ലെങ്കിൽ ഏത് സമയത്താണ് ഇവർ ശാസ്താംകോട്ട എത്തിച്ചേർന്നത്, തെന്മലയിലേക്ക് പോയി എന്ന് കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് തെന്മലയിലേക്ക് പോയി എന്നുള്ള ഒരു വ്യക്തമായ ഒരു അറിവ് ലഭിക്കുന്നത് ഏതാണ്ട് 12:15 മണിക്ക് ഇവർ പോയി എന്നുള്ളതാണ്. അങ്ങനെ 12:15 മണിക്ക് തെന്മലയിലേക്ക് ട്രെയിൻ കയറിയിട്ടുണ്ട് എങ്കിൽ ശാസ്താംകോട്ടയിൽ എപ്പോഴായിരിക്കും ഈ കുട്ടികൾ എത്തിയിട്ടുണ്ടാവുക? ആ പരിസരത്ത് ആരെങ്കിലും ഇവരെ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഇത്തരം കാര്യങ്ങളാണ് നമുക്കറിയേണ്ടത്. ഇത്തരത്തിലുള്ള നിരവധി വാർത്തകളാണ് പ്രതിദിനം നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു നിമിഷത്തെ തോന്നലാകാം ഇത്തരമൊരു തീരുമാനത്തിലേക്ക് കുട്ടികളെ നയിക്കുന്നത്. അതിൽ നിന്നും കുട്ടികളെ പിന്തിരിപ്പിക്കാനും അവരെ സ്വാധീനിക്കാനും മാതാപിതാക്കൾക്ക് സാധിക്കും. നമ്മുടെ മക്കളോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ മാതാപിതാക്കൾ തന്നെ മുൻകൈ എടുക്കേണ്ടിയിരിക്കുന്നു. ഇനിയൊരു നാടിനും കുടുംബത്തിനും ഇത്തരമൊരു അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ.